നമസ്കാരം, ഞാൻ മൃണാൾ. ഈ ചില വീടുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, മുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, അല്ലെങ്കിൽ യേശു ഈ വീടിൻ്റെ നാഥൻ എന്നൊക്കെ. അതുപോലെ പല ആളുകളും, പ്രത്യേകിച്ച് ഈ വിദേശത്ത് ഒക്കെയുള്ള ആളുകൾ വീട്ടിൽ വെക്കുന്നൊരു ഫോട്ടോ ആണ് വീണയുടെ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഇംഗ്ലണ്ടിലേക്കാണ്. നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി റിസൈൻ ചെയ്യാൻ ആരും സമ്മതിക്കുന്നില്ല. അപ്പം എസ്കേപ്പ് ചെയ്യാൻ വേറെ വഴിയില്ല. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്ന വിസയൊക്കെ കാണിച്ചു കൊടുത്താൽ പിന്നെ ആരും നമ്മളെ സ്റ്റോപ്പ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് പൈസയുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ചെറിയ ലോൺ ചെറുതല്ല, 10 ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ എടുക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും അങ്ങനെ എസ്കേപ്പ് ചെയ്ത് ഇംഗ്ലണ്ടിൽ പോയിട്ട് അവസാനം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണത്തിനെ പറ്റിയിട്ട് സ്വപ്നം കാണാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. രണ്ടൊന്നല്ല, കുറേ ദിവസം നമ്മളങ്ങനെ പോയി വെറൈറ്റി സംഭവങ്ങൾ തപ്പി കണ്ടുപിടിക്കുന്നു. ആദ്യം ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി നൂഡിലൊക്കെ 7 പെൻസ് ആയിരുന്നു അന്ന് ഈ ഇൻസ്റ്റന്റ് നൂഡിലിന്റെ വില. അപ്പൊ ഇൻസ്റ്റന്റ് നൂഡിലൊന്നും ഞാൻ ജീവിതത്തിൽ, മാഗി ഒന്നും വീട്ടിൽ അങ്ങനെയൊന്നും മേടിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളങ്ങനെ ഭയങ്കര സംഭവമായി, മോഡേണായി, പരിഷ്കാരിയായി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഞാൻ പപ്പടത്തിന് സ്വപ്നം കാണുക. അന്നത്തെ കാലത്ത് ആകെയുള്ളൊരു ഇന്ത്യൻ സ്റ്റോർ ഫാൽക്കൺ എന്ന് പറഞ്ഞൊരു സ്റ്റോറാണ്. അത് ലെസ്റ്റർ എന്ന് പറയുന്ന സിറ്റിയിലാണ്. കുറേ പോകണം. പിന്നെ എവിടെയോ വേറെ ഏതോ ഒരു കാട്ടിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതാണ് യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ. നിങ്ങൾ എങ്ങനെയാണ് ഇത് തീരുമാനിച്ച് ഈ പിള്ളേർ ഇത് പഠിപ്പിച്ചു കളയുന്നത്? എന്തായിരുന്നു ഉദ്ദേശം? അല്ല, ആക്ച്വലി എൻ്റെ ഒരു എന്താ പറയുക, എനിക്കിപ്പോൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ അമ്മയുടെ റെസിപ്പിയാണല്ലോ. 2 അമ്മമാർ നന്നായി കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകൾ ഞാൻ മറന്നു പോകും. എനിക്ക് രണ്ടാമത് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് തന്നെ കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് ഇതേപോലെ തന്നെ ബ്ലോഗ് തുടങ്ങിക്കോ എഴുതാനുള്ള. അപ്പോൾ അത് റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടെ യൂസ് ആവൂല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് വേർഡ്പ്രസ്സിൽ. 2008. അപ്പൊ അടുത്ത കാലത്താണ്, 13 കൊല്ലമേ ആയിട്ടുള്ളൂ. അത്ര കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് ആ തുടക്കം. റെസിപ്പി ആയിട്ട് എഴുതിയപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരേ ടേസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ജാൻ്റെ 2-3 ഫ്രണ്ട്സ് വീട്ടിൽ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, വീണ ഇത് അപ്പോൾ റെസിപ്പിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പോയി സദ്യ ഉണ്ടാക്കി, നല്ല റിസൾട്ട് കിട്ടി, ഒരുപാട് പേര് അഭിനന്ദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനായി. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, വീണ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് വീഡിയോ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ അപ്പോഴും ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ വളരെ കുറച്ച് ചാനൽസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളത്തിൽ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാമറേനെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ ചിരിക്കും. എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ 2015 വേണ്ടി വന്നു അതിനൊരു തുടക്കം കുറിക്കും. ക്യാമറ കാണുമ്പോൾ ഞാൻ ചിരിയുടെ ആളാണ്. 2 വാക്ക് സംസാരിക്കും. അപ്പോഴേക്കും ഞാൻ കളിയാക്കാൻ തുടങ്ങി. അപ്പം പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരത്തില്ല. അപ്പം ഇവരൊക്കെ ഓഫീസിലും മോൻ സ്കൂളിൽ പോയതിന് ശേഷം തന്നെ ഇങ്ങനെ ക്യാമറയിൽ സ്വന്തമായിട്ട് സെൽഫി വീഡിയോ എടുത്തിട്ടാണ് ഒരു കോൺഫിഡൻസ് വന്നത്. അപ്പം ഞാൻ ജാനോട് പറഞ്ഞു, നമുക്ക് ഇനി ചെയ്യാം, റെഡി. അത് ഫസ്റ്റ് ചോദ്യം. എൻ്റെ ജീൻസ്, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജീൻസ് 6 മാസത്തിലൊരിക്കലും അലക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെയാണ് ബേസിക്കലി. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ എന്തെങ്കിലും ഒരു സംഭവം ശരീരത്തിൽ ഒരു ഓർണമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ വാച്ച് മാത്രമാണ്. വേറൊരു സാധനമില്ല. കല്യാണം മോതിരം പോലും ഇല്ല. എൻ്റെ പെൺകുട്ടികൾ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചോണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സമയവും ആ കഴിക്കുന്ന ഭക്ഷണത്തിന് കൊടുക്കേണ്ട കാശും, പിന്നെ അവിടെ വരെ പോകാൻ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അതും. ഈ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ ബ്ലോഗ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? അല്ല, ആദ്യമൊക്കെ ഞാൻ അതിന് വേണ്ടി നമ്മുടെ നമ്മളിൽ ഉണ്ടായിരുന്നതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഹിറ്റായി കുറച്ച് പേര് കാണാൻ തുടങ്ങി. പിന്നെ കമൻറ്റ് വരാൻ തുടങ്ങി. പിന്നെ ചേച്ചി സാരി കാണാനാണ് ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ മാല കാണാനാണ്, കമ്മൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമായി. അല്ല, അങ്ങനെയല്ല. അപ്പം അത് മാത്രമല്ല, അന്നൊന്നും എനിക്ക് നമ്മൾ പറഞ്ഞില്ല, 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ആഡ്സെൻസ് പൈസ വരുന്നില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാത്രങ്ങൾ വാങ്ങിക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമൻറ്റ് വരാൻ തുടങ്ങി, സ്ക്രാച്ചാണ് ഇതിൽ, വൃത്തിയില്ല പാത്രത്തിന്, അതാണ് ഞലങ്ങിയിരിക്കുന്നത്, ഇതൊന്നും കൊണ്ട് കാണിക്കില്ല ഓഡിയൻസിന്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ. അപ്പോൾ നമുക്ക് വിഷമാവുമല്ലോ. അപ്പം ഞാൻ ജാനോട് പറയുമ്പോൾ ഉള്ളത് വെച്ച് നീ ചെയ്താൽ മതി, വീട്ടിലെല്ലാം
അല്ല വീട്ടിൽ ഏത് പാത്രമാണ് അതിൽ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും പറഞ്ഞു, കുറച്ച് പേര് കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു വീണ ഇതിനൊരു സ്കോപ്പ് ഉണ്ട്, പൈസ കിട്ടും. അപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു പൈസ കിട്ടും എന്നുള്ള കാര്യം. അല്ല, നമ്മൾ പൈസയ്ക്ക് വേണ്ടി തുടങ്ങിയതല്ല, അതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു നിനക്ക് അങ്ങനെ പാത്രം വാങ്ങിക്കും, സ്വന്തമായിട്ട് പൈസ കിട്ടുകയാണെങ്കിൽ പിന്നെ ജാനെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ കാലും കൈയും പിടിച്ച് അവസാനമാണ് സമ്മതിച്ചത്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് പുള്ളി അതിലേക്ക് ചെയ്യുന്നത് AdSense അപ്ലൈ ചെയ്ത് എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ ആദ്യത്തെ $100 നമ്മളിൽ കാശ് കിട്ടുന്നത്. വിദേശത്ത് ഇരുന്നിട്ട് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു പൾസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ഇപ്പം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നു, അവിടെ ബിസിയാണ്, ഇടയ്ക്ക് വരാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ ഇൻഫ്ലുവൻസ്ഡ് ആവുക സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഭവങ്ങൾ മാത്രം വെച്ചിട്ടല്ലേ? അപ്പം നിങ്ങൾ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്, ഇവിടെ മൊത്തം അൽഫാം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം, നമ്മള് നാടൻ ഫുഡ് ഇപ്പൊ കാണാനില്ല. ചോറ് കിട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാൻ പ്രത്യേകിച്ച് കാരണം ചോറ് ഇപ്പൊ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ, ടൗണിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട്, കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന നേരത്ത് എൻ്റെ ചെറിയ മോന് ചോറ് വേണം ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ മുഴുവനും ഇപ്പോൾ ഇവിടെ ചോറില്ല. അവസാനം ഒരു അക്ഷയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അത്രയും ദൂരം പോയിട്ടാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറയും മോളെ ഇവിടെ ചോറില്ല, ആരും കഴിക്കാനില്ല എന്ന്. ഈ ഇതേപോലെ കുഴിമന്തി ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ്. എനിക്ക് അത്ഭുതമായിപ്പോയി. അതേസമയം പുറത്തുള്ള ആൾക്കാർ മുഴുവനും എന്താ പറയുക, നാടൻ ഭക്ഷണം സദ്യ ഉണ്ടാക്കുന്നു. ഓണത്തിനും വിഷുവിനും സദ്യ നമ്മളുണ്ടാക്കുന്നത്. ഇവിടെ എന്താ കാറ്ററിംഗ് സെൻറ്ററിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. അത്രയും മാറ്റം വന്നു നമ്മുടെ നാടിന്. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ശരിക്കും മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. ഓണക്കല ഇടുന്നു. ഇവിടെയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പൂക്കളാണൊക്കെ ഇടുന്നത് പലരും. നമ്മൾ ശരിക്കും ജാനൊക്കെ പോയിട്ട് നിറയെ പൂ വാങ്ങിച്ചിട്ടും ശരിക്കും ഓണൊക്കെ ഇടും, നമ്മൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ വിദേശത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ അവിടേക്ക് വരുമല്ലോ. ഇപ്പം നമ്മുടെ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ പരിചയക്കാരായിരിക്കും, ഒക്കെ ആയിരിക്കും. ഇവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനൊരു അവസരം കാത്തിരിക്കാറുണ്ടോ ഭക്ഷണം കഴിക്കാൻ? തീർച്ചയായിട്ടും. പക്ഷെ എനിക്കൊരു ടെൻഷനാണ്. നമുക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ദൈവം ശരിയാവും അന്ന് ചിലപ്പോൾ കൊളാവും. നന്നായി വെച്ചിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞ നീ എന്തിനു ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് വരാനും കഴിക്കാനും ഒക്കെ. പിന്നെ എൻ്റെ ഇളയമൊക്കെ വന്നപ്പോൾ പറയും അയ്യോ നാട്ടിൽ വയ്ക്കുന്ന ഭക്ഷണത്തിനെങ്കിലും ടേസ്റ്റ് ഉണ്ട്. കാരണം അത്ര ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വെജിറ്റേറിയൻ ആയിരുന്നുണ്ട് എങ്ങനെയാണ് നോൺ വെജിറ്റേറിയൻ കുക്ക് ചെയ്ത് കാണിക്കും? അത് നമ്മൾ ഗ്രേവിയിൽ ചിക്കനൊക്കെ മട്ടനൊക്കെ ഇടുന്നേക്കാൾ മുൻപായിട്ട് ഗ്രേവി ടേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. കുഴപ്പമില്ല, ഇപ്പൊ ശീലമായത്. അത് എളുപ്പമാണോ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ അത് കാരണം കുറേ ഇപ്പോൾ വെജിറ്റേറിയൻ ഭാര്യമാരൊക്കെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതാണ് അവർക്ക് വലിയ സന്തോഷം. കാരണം മക്കളും ഭർത്താവും നോൺ വെജ് കഴിക്കും, പക്ഷെ ചില സ്ത്രീകൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ കാരണം എല്ലാവരും ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ഉപ്പിന്റെ കണക്ക് പോലും ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അല്ല, കണക്ക് തെറ്റി കഴിഞ്ഞ് പോയില്ലോ. പിന്നെ പിന്നെ മെയിൻ പിള്ളേരുടെ സംശയം. അപ്പോൾ ഞാൻ 1 കിലോ 4 പേരുള്ളൂ നമ്മുടെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ കണക്ക് 4 പേര് മതി. അല്ലാണ്ട് ഒരു 1000 പേരെ ഞാനൊരു സാധനം ഇട്ടിട്ട് ഒരു കാര്യമില്ല. കാണാൻ ഭംഗി ഉണ്ടാവും, പക്ഷേ ആർക്കും ഒരു യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 4 പേരുടെ എന്നുള്ള കണക്കാണ്. അപ്പോൾ ചേച്ചി 2 കിലോ വാങ്ങിച്ചു ഞാൻ ഇരട്ടിയാക്കണോ എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാ സാധനങ്ങളും. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇരട്ടിയാക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെമ്മീൻ ഉണ്ടാക്കിയത് 1 കിലോൻ്റെ, നമ്മളെ കണക്കിട്ടിരിക്കുന്ന 1 കിലോ ആണ്, പക്ഷേ 2 കിലോൻ്റെ ചെമ്മീൻ. അപ്പോൾ ഞാനത് ഇരട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വായിൽ വെച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. അത് നമ്മളെ കുറച്ചൊരു എന്താ പറയുക തോട്ട് വെച്ച് ഇട്ടിട്ട് വേണം അതിൽ എത്ര കൂടുതൽ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ. ഇതൊരു മാത്തമാറ്റിക്സ് അല്ലല്ല. ആദ്യത്തെ നമ്മൾ എല്ലാം കാൽക്കുലേഷൻ ചെയ്ത് മീൻസ് എഴുതി വെച്ച് അത് കൊടുത്തു. പക്ഷേ ബാക്കി ഇപ്പോൾ നമ്മൾ 20 പേര് വരുന്നാൽ എനിക്ക് ചെയ്യാനും പറ്റും. പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല. അത് കൈയളവാണ്. വല്ലയിടത്തും വെച്ചിട്ട് ആളുകൾ ഒരുപാട് പേരൊക്കെ അതിപ്പോ ഇവിടുത്തെ 2 സ്റ്റാഫ് വന്ന് സംസാരിച്ചു. അപ്പൊ എന്താ ഇവര് ചോദിക്കുക? ചേച്ചി ഞാൻ സബ്സ്ക്രൈബറാണ്, ഒരുപാട് സന്തോഷം കണ്ടത്. ചിലവർ ഫോട്ടോ എടുക്കും. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പിന്നെ അത്ര പേര് ഫോട്ടോ എടുക്കാൻ വരാറില്ല. എന്നാലും വന്ന് സംസാരിച്ച് ഒരു സന്തോഷം അറിയിച്ച് പോകും. നമ്മളെടുത്ത് വരാൻ ആരും മടി കാണിക്കാറില്ല. അതാണ് എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവർ ഓടി വരും. പക്ഷെ ഒരു സിനിമ നടനെ അല്ലെങ്കിൽ നടീനെ കണ്ടു കഴിഞ്ഞാലും പോകും. അധികം പേര് പോകണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ ഒരു ചേച്ചീനെ അല്ലെങ്കിൽ ഒരു ആൻറ്റീനെ പോലെ തോന്നുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അതൊരു സന്തോഷമാണ്. ചിലർ ചോദിക്കും ചേച്ചിയുടെ പ്രൈവസിനെ ബാധിക്കില്ലേ? ഇവരുണ്ടെങ്കിലല്ലേ ഇവരാണല്ലോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ? അപ്പോൾ അത് നമുക്ക് സന്തോഷം തന്നെയാണ്. അല്ല, ആരും അങ്ങനെ ശല്യപ്പെടുത്താനൊന്നും നമ്മൾ വരാറൊന്നുമില്ല.